ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. മുഴുവൻ തേങ്ങ ചിരകിയെടുക്കുന്നതിന് പകരം ഇതേപോലെ എങ്ങനെ എടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇത് എളുപ്പത്തിൽ ഇങ്ങനെ ആക്കിയെടുക്കാം. അതിനുവേണ്ടി തേങ്ങ ഇതേപോലെ എടുത്ത് പുറത്തുള്ള ചകിരിയെല്ലാം മാറ്റിയതിന് ശേഷം ഇതേപോലെ പാത്രത്തിൽ വെച്ച് ഫ്രീസറിൽ വയ്ക്കാം. ഇന്ന് രാവിലെ വെച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ എടുത്ത് ഇതിനെ ഉടച്ച് അരിഞ്ഞെടുക്കാം. ഇതേപോലെ പാത്രത്തിൽ വച്ചില്ലെങ്കിൽ ഇതിൻ്റെ കളറെല്ലാം ഫ്രീസറിനകത്ത് പിടിക്കും. അതുകൊണ്ടാണ് ഇതേപോലെ പാത്രത്തിൽ വയ്ക്കുന്നത്. വൈകുന്നേരം വെച്ചാലും രാവിലെ എടുത്ത് പൊട്ടിച്ചെടുക്കാം. ഇത് ഞാൻ ഇന്നലെ വൈകുന്നേരം വെച്ചതാണ്. ഇന്നിപ്പോൾ രാവിലെയായി. ഇനി ഇതിനെ എടുക്കാം. ഇതിനകത്തുള്ള തേങ്ങ വെള്ളം ഇപ്പോൾ ഐസായിട്ടിരിക്കും. ഇത് വേണമെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിലിടാം. അപ്പോൾ അലിഞ്ഞു വരും. അലിഞ്ഞതിന് ശേഷം പൊട്ടിച്ചെടുക്കാം. പാത്രത്തിൽ നിറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പോൾ കട്ടിയായിരിക്കുന്ന തേങ്ങ വെള്ളം അലിഞ്ഞു വരും. അതിനുശേഷം ഉടച്ചെടുക്കാം. തേങ്ങ വെള്ളം കുറച്ച് അലിഞ്ഞു വന്നാലും മതി. ബാക്കി ഉടച്ചതിന് ശേഷം നമുക്ക് സ്പൂൺ കൊണ്ട് എടുത്ത് മാറ്റാം. ആദ്യം കുലുങ്ങാതിരുന്ന തേങ്ങയാണ്. വെള്ളത്തിലിട്ടപ്പോൾ ഇത് കുലുങ്ങുന്നുണ്ട്. ഇനി തേങ്ങ ഉടച്ചെടുക്കാം. ഇതിപ്പോൾ ഉടച്ചപ്പോൾ നടുഭാഗത്തുനിന്ന് പൊട്ടി വന്നു. ഇനി ഇതിനെ രണ്ട് ചിരട്ടയും വേർപെടുത്തിയെടുക്കണം. ഉണ്ടല്ലേ, ഇതേപോലെ വേർപെട്ട് കിട്ടും. ക്യാമറയുടെ മുമ്പിൽ വെച്ച് ശരിക്ക് ഉടയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഉടയ്ക്കുന്ന ഭാഗം കാണാൻ പറ്റാത്തത്. ഇനി ഈ ചിരട്ടയും ഇളക്കിയെടുക്കാം. കണ്ടില്ലേ, കത്തി കൊണ്ട് രണ്ട് തട്ട് കൊടുത്തപ്പോൾ അതും ഇളകി വന്നു. പഴയ തേങ്ങ ആയതുകൊണ്ടാണ് ഇതേപോലെ ഒന്നിച്ച് ഇളകി കിട്ടിയത്. പുതിയ തേങ്ങയാണെങ്കിൽ രണ്ടായിട്ട് ഉടഞ്ഞ് കിട്ടും. പിന്നെ അതിനെ നമ്മൾ ഇളക്കിയെടുക്കണം. ഇനി ഇതേപോലെ തന്നെ എല്ലാം ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം കാണിക്കാം. ചില തേങ്ങകൾ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ കണ്ണിൻ്റെ ഭാഗത്തുനിന്ന് പൊട്ടി വരും. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം പൊട്ടിച്ചെടുത്തു. ഇനി ഇതിനെ രണ്ടായിട്ട് മുറിച്ച് ഇതിനകത്തുള്ള വെള്ളം എടുക്കാം. തേങ്ങ വെള്ളം അരിയുമ്പോൾ ഇതേപോലെ കിട്ടും. ഇതേപോലെ എല്ലാം പൊട്ടിച്ചെടുക്കാം. ഈ വെള്ളം കുടിക്കാനും കൊള്ളാം, അപ്പം ഉണ്ടാക്കാനും എടുക്കാം. ഇപ്പോൾ എല്ലാം ഇതേപോലെ പൊട്ടിച്ചെടുത്തു. ഇനി ഇതിനെ അരിഞ്ഞെടുക്കണം. ഇതേപോലെ ചെറുതായിട്ട് കനം കുറച്ചരിയണം. എന്നാലേ മിക്സിയിലിട്ട് പൊടിക്കാൻ പറ്റുക. വലിയ കഷ്ണമായാൽ പൊടിക്കാൻ പാടായിരിക്കും. ഉണ്ടല്ലേ, ഇതേപോലെ അരിഞ്ഞെടുക്കണം. ഇതേപോലെ എല്ലാം അരിഞ്ഞെടുക്കാം. ഇനി മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് എല്ലാം പൊടിച്ചെടുക്കാം. കുറച്ച് കുറച്ചായിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇങ്ങനെ പൊടിച്ച് ഫ്രീസറിൽ വെച്ചിരുന്നാൽ നമുക്ക് എളുപ്പത്തിന് എടുക്കാം. എപ്പോഴും തേങ്ങ ചിരകണ്ട. ഉണ്ടല്ലേ, ഇതേപോലെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത്രയും പൊടിച്ചെടുത്തു. ബാക്കിയുള്ളത് ഇതിൻ്റെ പുറത്തുള്ള തോട് ചെത്തിയതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇങ്ങനെ പൊടിച്ചെടുത്താൽ അപ്പത്തിനും കിച്ചടി വയ്ക്കുന്നതിനും ഉപയോഗിക്കാം. നമ്മൾ കിച്ചടിക്ക് തേങ്ങയുടെ അകത്തുള്ള ഭാഗം മാത്രമല്ലേ ഉപയോഗിക്കൂ. അതിനുവേണ്ടി നമുക്ക് ഇതേപോലെ ചെയ്യാം. ഇതേപോലെ അരിഞ്ഞ് പൊടിച്ച് ഇതേപോലെ ഒരു പാത്രത്തിലിട്ട് ഫ്രീസറിൻ്റെ അടിയിലുള്ള ട്രേയിൽ വയ്ക്കാം. കൂടുതലുണ്ടെങ്കിൽ ഫ്രീസറിലും വയ്ക്കാം. ബാക്കിയെല്ലാം ഇതേപോലെ പാത്രത്തിലിട്ട് അടച്ചു വയ്ക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഇതിൽ നിന്നെടുത്ത് ഉപയോഗിക്കാം. എനിക്ക് തേങ്ങ ചിരകുന്നതിനേക്കാളും ഇതാണ് എളുപ്പം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതേപോലെ ചെറിയ ചെറിയ പാത്രങ്ങളിൽ വെച്ച് അടച്ചു വയ്ക്കാം.
നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഫ്രീസറിൻ്റെ അടിയിലുള്ള ട്രേയിൽ വയ്ക്കാം. കൂടുതൽ തേങ്ങയുണ്ടെങ്കിൽ എല്ലാം ഇതുപോലെ പൊടിച്ചെടുക്കാതെ ഫ്രീസറിൽ വയ്ക്കാം. എന്നിട്ട് ആവശ്യത്തിനെടുത്ത് പൊടിച്ചെടുക്കാം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.